ആലപ്പുഴയിലെ പുന്നപ്ര എന്ന സ്ഥലത്തെ അമ്മയുടെ സുഹൃത്തിനെ മകൻ കൊന്നു. സംശയമാണ് രോഗം. ആലപ്പുഴ പുന്നപ്രയിലെ കല്ലുപുരയ്ക്കൽ ദിനേശൻ എന്നയാളാണ് മരണപ്പെട്ടത്. കല്ലുപുരയ്ക്കൽ ദിനേശന്റെ വീടും അടുത്ത് തന്നെ ഉള്ള വീട് കിരൺ എന്ന ആളുടെ വീടാണ്. കിരണിന്റെ അമ്മ അവിടെയുണ്ട്, കിരണും അവിടെ താമസിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പാടത്ത് അവിടെ ദിനേശൻ മലന്ന് കിടക്കുന്നത് കണ്ടു. പാടത്തിനകത്ത് ഉള്ള കരയിൽ സാധാരണ ഈ ദിനേശൻ മദ്യപിച്ചൊക്കെ നടക്കുന്ന ആളാണ്. മദ്യപിച്ച് പൂസായി അവിടെ ഇവിടെയൊക്കെ കിടക്കും. അങ്ങനെ കിടക്കുന്നതെന്ന് നാട്ടുകാർ വിചാരിച്ചു. നാട്ടിലെ എല്ലാവർക്കും പരോപകാരിയാണ് ദിനേശൻ. ഒരു വീട്ടിലൊരു മരണം ഉണ്ടായ അവിടെ പന്തലിടാനും മറ്റു കാര്യങ്ങളെല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആളാണ് ദിനേശൻ. എല്ലാവരെയും സഹായിക്കാം, ഏത് വീട്ടിലും പോവും. അത് എല്ലാവർക്കും ഇഷ്ടമാണ് ദിനേശനെ. ആ ദിനേശനാണ് അയാളുടെ വീടിനടുത്ത് പാടത്തിനോട് ചേർന്ന് മരണപ്പെട്ട് കിടക്കുന്നത്. ആൾക്കാർക്ക് സംശയമായി. ഏതായാലും പുള്ളി എഴുന്നേൽക്കുന്നില്ല. പോയി നോക്കി, ആൾ മരണപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. ഏതായാലും ശനിയാഴ്ച നടന്ന സംഭവത്തിന് അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം ഷോക്കടിപ്പിച്ച് കൊന്നിരിക്കുന്നു. എങ്ങനെ ഷോക്കടിച്ച്? പാടത്തങ്ങനെ ഷോക്കടിക്കേണ്ട കമ്പികളൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നം ആ പാടത്ത് ഇവൻ മരിച്ചു കിടക്കുന്നതിൻ്റെ പരിസരത്ത് എങ്ങുമില്ല. പിന്നെ എങ്ങനെയാണ് ഷോക്കടിച്ചത്? അത് വലിയ സംശയമായി പോലീസിന്. ഏതായാലും ഇതേപ്പറ്റി ചോദ്യം ചെയ്തു ദിനേശന്റെ വീട്ടുകാരെ. തൊട്ടടുത്ത വീട്ടുകാരൻ കിരണിന്റെ വീട്ടിൽ ചോദ്യം ചെയ്തു. കിരണ് സംശയമായി. കാരണം കിരണ് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ പണികളെല്ലാം അറിയാം. അപ്പോൾ അതുമായിട്ട് സംശയം തോന്നി. എന്തായാലും പോലീസ് ചോദ്യം ചെയ്ത് ആ സംഭവം താനാണ് നടത്തിയതെന്ന് കൺഫസ് ചെയ്തു എന്നാണ് ഇപ്പം കേൾക്കുന്ന വാർത്ത. അമ്മയായിട്ട് ചില ബന്ധങ്ങൾ, അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് അത് ചെയ്തതെന്ന് അയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. അതിദാരുണമായ ഒരു കൊലപാതകമാണ്. എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഷോക്കടിപ്പിച്ചത് എന്നതിനെപ്പറ്റി വിശദ വിവരങ്ങൾ ഇനി വെളിയിലോട്ട് വരുന്നതേ ഉള്ളൂ. വീടിൻ്റെ ജനൽക്കമ്പിയിലെ കറണ്ട് കൊടുപ്പിച്ച് അതിൽ അബദ്ധവശാത്തൊട്ട് അങ്ങനെ ആൾ മരണപ്പെട്ടു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. പക്ഷെ അത് അവിടുന്ന് എടുത്തുകൊണ്ടുപോയി ചിലപ്പം പാടത്തിനടുത്ത് കിടത്തിയിട്ടുണ്ടാവും. അത് ശനിയാഴ്ച നടന്ന കാര്യമാണ്. ആ വിവരം അറിയാൻ താമസിച്ചു. ഇയാൾ പൂസായി പലയിടത്തും കിടക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസവും ആ കിടപ്പ് കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് സംശയമായി. അങ്ങനെ പോലീസ് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഷോക്കടിച്ചാണ് മരിച്ചത് എന്നുള്ള വാർത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വെളിച്ചത്തായി. ജനങ്ങൾക്ക് സംശയമായി, അതെങ്ങനെ ഷോക്കടിക്കും? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ എങ്ങും അങ്ങനെ പാടത്തിനടുത്ത് ആരും ഷോക്ക് കമ്പിയിൽ അല്ലെങ്കിൽ കരണ്ട് കമ്പി പാസ് ചെയ്ത് വിടുന്നില്ല. അവിടെ മറ്റ് ജീവികളുടെ ശല്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു ഷോക്കടിച്ച് മരിക്കാൻ ഒരു കാരണം ഉണ്ടാവില്ല. അതുകൊണ്ട് പോലീസിന് ഇലക്ട്രീഷ്യനായ കിരണ് സംശയമായി. അവിടുത്തെ തൊട്ടടുത്ത വീടാണ്, സന്ദർശകനാണ്, എപ്പോഴും അവിടെ ഉണ്ട്. അത് ഈ പയ്യന് അല്പസ്വല്പം സംശയം അമ്മയെ പറ്റി തോന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ആ സംശയത്തിൻ്റെ പുറത്താണ് കിരൺ ഷോക്കടിപ്പിച്ച് ഇയാളെ കൊന്നത്. ആ ദുരൂഹമായ ആ കൊലപാതകത്തിലേക്ക് ഇനി വെളിച്ചം വീശേണ്ടിയിരിക്കുന്നു. അത് ജനൽക്കമ്പിയിലെ ഷോക്ക് കടത്തി അവിടെ അയാൾ അബദ്ധവശാൽ പിടിക്കുമല്ല, അയാൾ സാധാരണ പിടിക്കുന്ന സ്ഥലമായിരിക്കാം. അതിലൂടെ കൃത്യമായി ഷോക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിട്ട്, അങ്ങനെയാണ് ഹൈ വോൾട്ടേജ് തന്നെ കടത്തിവിട്ടെങ്കിൽ ചെറിയ ഷോക്കിന് അയാൾക്ക് ഷോക്കടിച്ച് പിന്മാറാം. നല്ല ഹൈ വോൾട്ടേജ് ഷോക്ക് കടത്തിവിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് ഇപ്പം വ്യക്തമാണ്. അല്ലെങ്കിൽ അയാൾ മരിക്കില്ല. എന്തായാലും ഇയാളുടെ കല്ലുപുരയ്ക്കലെ ദിനേശന്റെ മരണം നാട്ടുകാരെ ഞെട്ടിച്ചു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ മെമ്പർമാര്, അവർക്കൊക്കെ അത്ഭുതമാണ്. ഇതെങ്ങനെ ഉണ്ടായി? ആ രണ്ട് വീട്ടുകാരും വളരെ ലോഹിത്തി കഴിയുന്നതാണ്. പിന്നെ ഇയാൾക്ക് എങ്ങനെയാണെങ്കിലും സംശയം. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം ആ ചോദ്യം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇയാളുടെ മരണത്തിൻ്റെ വീട്ടിലെ ഷോക്കടിച്ച് മരിച്ചെന്നുള്ള പോസ്റ്റ്മോർട്ടത്തിലാണ് വരുന്നതെങ്കിലും ഇയാളുടെ ശവം അല്ലെങ്കിൽ ഡെഡ് ബോഡിയുടെ മരണാനന്തര ക്രിയകളൊക്കെ നടത്തി. ഇപ്പം കിരണ് കൂടെയുണ്ട്, പോലീസിൻ്റെ കൂടെയുണ്ട്, എല്ലാ സഹായത്തിനും കിരണുണ്ട്.
കിരൺ ചില കമന്റുകൾ പറഞ്ഞു നാട്ടുകാരുടെ അടുത്ത്. കാരണം ദിനേശൻ ഒരു പാവമാണ്, ഇതാരാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ചില കമന്റുകളും അയാൾ പറഞ്ഞു. അയാളിലേക്ക് സംശയം തോന്നിയില്ല. എങ്കിലും ഇലക്ട്രീഷ്യനാണ് അതിൽ എങ്ങനെയെങ്കിലും അബദ്ധവശാൽ, കാരണം ആ പരിസരത്ത് ഇവരുടെ വീടിനടുത്ത് ഇലക്ട്രീഷ്യൻ ജോലിയായിട്ട് നല്ല ബന്ധമുള്ളതും തൊട്ടടുത്ത വീട്ടുകാരൻ തന്നെയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആ സ്ത്രീയുടെ മകൻ തന്നെയാണ്. ഏതായാലും പോലീസിനടുത്ത് കുറ്റം സമ്മതിച്ചെന്നാണ് ഇപ്പം പറയുന്നത്. അതിദാരുണമായ ഒരു കൊലപാതകമായി പോയി ഷോക്കടിപ്പിച്ച്, മറ്റത് ഒരു സംശയത്തിന്റെ പേരിലാണ്. അങ്ങനെ അടുത്തടുത്ത് അയൽവക്കം വീടാണ്, അത് നല്ല ബന്ധങ്ങളുണ്ടാവാം, അല്ലെ മോശമായ ബന്ധങ്ങളുണ്ടാകാം. എന്തായാലും മകന് സംശയമായി കിരണ് അങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ.